മഴ ചെയ്തിട്ട് ആകെ നന്ദി. ആരെഞ്ഞിപ്പോ അവിടെ ബെല്ലടിക്കണം. ഇതന്നെയല്ലേ പെര, വാതിലൊക്കെ തുറന്നിട്ടിട്ട് എവിടക്ക പോയിക്കണോ? അല്ല, ആരപ്പ ഈ വന്നിക്കണത്? പുറത്തന്നെ നിക്കാടി, വാതിലല്ലേ തുറന്നിട്ടിക്കണ, ആൾക്ക് ഇങ്ങോട്ട് കേറിക്കൂടെ? ആടി കേറാ. ഞാൻ ഇജ്ജ് വാതിലൊക്കെ തുറന്നിട്ടിട്ട് എവിടെയാണാവോ വിചാരിച്ച്. ഇജ്ജ് ബെല്ലടിച്ചപ്പോഴേ ഞാൻ അപ്പുറത്തെ തിരുമ്പിയത് ഉണക്കിയ ആകെ മഴ ചെയ്തിട്ടേ ആദ്യം കേറേ, അവിടെ തന്നെ ഒന്ന് വർത്താനം പറയാതെ. ഓർമ്മ ഒക്കെ ഉണ്ട് എനക്ക്. അന്നെ ഓർമ്മയില്ലായിരിക്കോ? ഓർമ്മയില്ലായിട്ടപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അന്റെ അടുക്ക് ഞാൻ വന്നത്. പിന്നെ ചെറിയൊരു ഓർമ്മ ഉണ്ട് പെരന്റെ, കൊറേ ആയില്ലപ്പൊ കണ്ടിട്ട്. അപ്പൊ ഇങ്ങനെ ഊഹം പിടിച്ച് ഞാൻ നടന്നിങ്ങനെ പോകുന്ന അവിടുന്ന്. ഞാൻ എനിക്ക് കസാല ഇട്ടരട്ടോ, ഇജ്ജ് അവിടെ നിക്കേ. ഇന്ന് എഴുതിയിലിരുന്നോ? അവിടെ ഇരുന്നോ. എന്തൊക്കെയാ എന്നിട്ട് വർത്താനൊക്കെ മോളെ? സുഖല്ല എനക്ക്? നല്ല തന്നെടി, കൊഴപ്പൊന്നുമില്ല. എന്താ എന്റെ പാട്? ഇങ്ങനൊക്കെ പോണ്. എത്ര കാലായടി ഞമ്മള് കണ്ടിട്ട്. അന്നെ കണ്ടപ്പോ ഇക്ക് ആദ്യം മനസ്സിലായില്ലേ, അതാ ഞാൻ ഇവിടെ നിന്നൊന്ന് നോക്കിയത്. പിന്നെ എനിക്ക് അന്നെ മനസ്സിലായത്. ഇജ്ജ് തടിച്ച് നല്ല രസം വെച്ചിക്കണ്. ഇജും തടിയില് മോശമൊന്നുമില്ല, ഇയ്യ് നല്ല തടിച്ചിക്കണല്ലോ. തടിന്റെ കാര്യമൊന്നും പറയാ മോളെ, ദിവസം ചിലടത്തോളം തടിച്ച് തടിച്ച് വരികയാണ്. ഇജിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നിക്കണ്? ഇവിടെ ആരാ? ഞാനിവിടെ എന്റെ ആങ്ങളുടെ പെണ്ണുങ്ങളെ, എന്റെ നാത്തൂന്റെ അഞ്ചത്തിന്റെ കല്യാണാണ്. അപ്പൊ ഞാൻ അധികം ഒന്നും ഈ കല്യാണത്തിന് ഇതിനൊന്നും പോകൂല. അപ്പൊ ആങ്ങളെ നിർബന്ധിച്ചപ്പോ അങ്ങനെയാണ് പോകുന്നതാ. അപ്പൊ ഏതായാലും ഇത് വഴി വന്നേ ഇല്ലേന്ന് വിചാരിച്ചിട്ട് എന്നോടൊന്ന് കേറിയത്. കൊറേ കാലായില്ല ഇപ്പൊ എന്നൊക്കെ ഒന്ന് കണ്ടിട്ട്. ഏ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇപ്പൊ എന്റെ അടുത്തേക്ക് വരാനായില്ല എനിക്ക്. പിന്നെ എന്തൊക്കെ ഉണ്ടടി? ഞാൻ നമുക്ക് ചായ എന്തെങ്കിലും ഉണ്ടാക്കി തരച്ചിരിക്കേ? വേണ്ടടി, എനിക്കിപ്പൊ ഒന്നും വേണ്ട. ഇജ്ജ് അവിടെ നിക്ക, നമുക്ക് കുറച്ചേരം വർത്താനം പറയാ. ഞാൻ ഇപ്പൊ അവിടുന്ന് ബിരിയാണി ഒക്കെ തിന്നു വന്നാ. ഇജ്ജിപ്പൊ ഒന്നും ഉണ്ടാക്കണ്ട. ഇവിടെ ആരും ഇല്ലേ? മക്കളൊക്കെ എവിടെ? ഓരമ്മക്ക് സുഖമില്ലായിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയിക്കാണേ. പനി കൂടിയിരിക്കണ്. അപ്പൊ ഓലും ഉമ്മയും കൂടിയാ പോയിക്കണത്. പിന്നെ റൂബി പഠിക്കാൻ പോയിക്കണ്, സെമീറ അതേപോലെ തന്നെ ക്ലാസ്സിന് പോയിക്കണ്. ആ പെണ്ണിന്റെ കല്യാണം ഉറപ്പിച്ചിക്കണ? ഞാൻ ഇപ്പൊ അടുത്ത് കണ്ടോളേ. സെമീറാന്റെ കല്യാണം നോക്കണില്ല, എന്നോട് അതൊക്കെ പറഞ്ഞ്. ഉറപ്പിച്ചിട്ടൊന്നുമില്ല. വരുന്നുണ്ട്, നോക്കണുണ്ടെന്ന് മാത്രം. അല്ല, ഒരു ചെക്കന്റെ പിന്നാലെ ഉണ്ടായിരുന്നോളേ. ഞാന് കോളേജിൽ നിന്റെ മകളെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിട്ട് പോയതേന്ന്. ആ പെണ്ണ് സെമീറ പഠിക്കുന്ന കോളേജിൽ തന്നെയാണ് നിന്റെ മകള് പഠിച്ചിരുന്നത്. അപ്പൊ അത് വാങ്ങാൻ പോയി വരുന്ന വൈക്കുണ്ട് ഓളൊരു ചെക്കനും കൂടി ഒന്ന് വർത്താനം വേണം. അപ്പൊ ഞാൻ വിചാരിച്ചു കണ്ടപ്പോ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടാവുന്ന്. ചെക്കനോ? ഇത് ചെക്കന് ശരിക്കും കണ്ടോ? ഓന് സ്കൂട്ടി ഉണ്ടായിരുന്നു, സ്കൂട്ടറി എടുത്ത് നിന്നിട്ട് വർത്താനം പറഞ്ഞിരുന്നത്. ആ പെണ്ണിന്റെ കാര്യം പറയാതിരിക്കാൻ നല്ലേ മോളെ, വളരെ മോശമാണ്. എന്റെ റൂബിനെ പോലെ ഒന്നുമില്ല. എന്റെ റൂബി ആണെങ്കിൽ നല്ല പഠിക്കും. ഓളിപ്പോ എഞ്ചിനീയറിങ്ങിനാ പഠിക്കണതേ. മറ്റോള് ഡോക്ടറായിട്ടേ മലക്കൂന്ന് പറഞ്ഞിട്ട് നടക്കുക. എന്തേലും പഠിക്കോ ആവും ചെയ്യൂല. ഇജ്ജ് പറഞ്ഞ പോലെ ഏതേലും കണ്ണി കണ്ട ചെക്കന്മാരെ പിന്നാലെ അടക്കിയേക്കാരം. ആ
ജിരിക്കടി, ഞാൻ എന്തേലും ഉണ്ടാക്കി തരാം. ഇതുവരെ വന്നിട്ട് ഒന്നും കുടിക്കാതെ പോവുക. എന്നാ ജിക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുന്നാ ജിക്ക് ഇപ്പൊ ചായ ഒന്നും വേണ്ടടി. ബിരിയാണി ഇന്നിട്ടേ എന്താന്നറിയില്ല, വെള്ളത്തിൽ നയിക്കുന്നുണ്ട്. വെള്ളം മതി. എന്നാ ഞാൻ അപ്പൊ കൊടുന്നേരം അവിടെ ഇരിക്കേ. പെണ്ണു വളരെ മോശം തോന്നുന്നു. അതിന് ഇവളെ പെണ്ണും അത്രക്ക് മുന്തിയതൊന്നും ആവൂല. ഓള സ്വഭാവല്ലേ. ആദ്യത്തെ മാപ്പിളിന്റെ അടുത്ത് മാപ്പിള വേണ്ട പറഞ്ഞിട്ടിട്ടെറിഞ്ഞു പോന്നതല്ലേ. ഇന്നടി വെള്ളം. ഈ വെള്ളം അപ്പജു കുടിക്കണത്? ഇക്കത് മതിയടി, ഇതന്നെ ധാരാളാണ്. പിന്നെ എന്തൊക്കെ എന്നിട്ട്? വേറെന്താ മളെ, ഇങ്ങനൊക്കെ പോണു, കൊഴപ്പൊന്നുമില്ല. അമ്മായിമ്മ എന്താ പാട്? അമ്മായിമാന്റെ കാര്യം പറയാതിരിക്കാ നല്ലത്. അമ്മായിമ്മയാണ് ആ പെണ്ണിനെ അങ്ങനെ ആക്കിയത്. ബാക്കിയുള്ളവരൊന്നും പറയാൻ പാടില്ല, ഒന്നും ചെയ്യാനും പാടില്ല, അങ്ങനത്തെ ഒക്കെ ഓരോ കഥ. എല്ലാ പണി ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എടുക്കണം. എന്റെ ഗതികേര് കണ്ടോരില്ല മളെ. പിന്നെ ഒരു കുട്ടിയായില്ലേ നിക്കെന്ന് വിചാരിച്ചിട്ടാ പിന്നെ ഞാനൊരു രണ്ടാം കല്യാണത്തിന് സമ്മതിച്ചത്. അന്ന് ഇയാൾ എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല ഇയാളെ മകളെ നോക്കണം, ഉമ്മാനെ നോക്കണം എന്നൊന്നും. പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണ് അറിയണത് ഇയാളെ മകളെയും നോക്കണം, ഉമ്മാനെയും നോക്കണം, എല്ലാരും നോക്കണം. ഇപ്പൊ സത്യം പറഞ്ഞ ഒരു വേലക്കാരത്തി, അത്ര തന്നെ. ഒക്കെ ശരിയായിക്കോളൊരു പെണ്ണെ. ആ പെണ്ണിന്റെ ഒക്കെ കല്യാണം കഴിഞ്ഞ് പോയാ പിന്നെ അണക്ക് സുഖാണല്ലോ. പിന്നെ ആ ഒരു തള്ളല്ലേ ഉള്ളൂ. അതിപ്പോ എത്ര കാലിച്ചിട്ടാ. ഫോണടിക്കുന്നുണ്ട്. ഹലോ ഇക്ക. ഞാൻ ഇറങ്ങി ഇതേ വരുന്നേ. നിങ്ങൾ അവിടെ തന്നെ നിക്കിട്ടോ. എനിക്ക് വഴിയൊന്നും അറിയില്ല, ഞാൻ ആണ്ടന്നെ വരാ. ശരി എന്നാ. എന്നാ ഞാനാണ്ട് ഇറങ്ങട്ടെട്ടാ. എന്റെ മാപ്പിളയെ വിളിച്ചത്. ഓല് ഭക്ഷണം കഴിച്ച് ഇറങ്ങിയേക്കണെന്ന്. അപ്പൊ നീ ഞാനാണ്ട് ചെല്ലട്ടെ. പോവ ഇനിയിപ്പൊ എന്നാ നമ്മള് കാണടി. എന്നാ ഞാൻ പോട്ടെട്ടാ. എന്നാ ഇനി പിന്നെ കാണാം. ആടി ആയിക്കോട്ടെ. പൊന്നി സെമീറ കണ്ട് വെറ്റോക്കുള്ള ഞാൻ കൊടുക്കാം. സ്കൂട്ടിയുള്ള ചെക്കൻ പറഞ്ഞപ്പോഴൊക്കെ മനസ്സിലായത് ഷാഫി ഇക്കാരെന്നുള്ളത്. ഓളെ എന്താ പറഞ്ഞ സ്പെഷ്യൽ ക്ലാസ് അല്ലേ? ഓളെ സ്പെഷ്യൽ ക്ലാസ് ഞാൻ കാണിച്ചു കൊടുക്കാം. തുള്ളി വെള്ളം കുടിച്ചിട്ടോളൂ. ഇതിനെപ്പോൾ വെള്ളം ചോദിച്ചേ? ഇത് വരട്ടോ. വല്യമ്മ, 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 ഇത് ആരെ തരണത്? വല്യമ്മാനെ. വല്യമ്മ, വല്യമ്മ ഇവിടെ ഇല്ല. ഓല് ഹോസ്പിറ്റലിൽ പോയിക്കണ്. പനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആയാലും ഇന്റെ മാപ്പിളിന്റെ പൈസ എങ്ങനെയെങ്കിലും ഒക്കെ ചെലവാക്കണല്ലോ. അവന്റെ എന്തായാലും അന്റെ തള്ളപ്പ് ഞാൻ എന്നെ പറയണൊന്നും കേൾക്കാൻ വരുന്നൊന്നുമില്ലല്ലോ. അല്ലടി, അന്റെ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ? അന്ന് സ്പെഷ്യൽ ക്ലാസ് ഒന്നും ഉണ്ടായില്ല. അന്നോടാ ഞാൻ ചോദിക്കണേ, അനക്ക് നാവില്ലേ? എന്ത് ചോദിച്ചാലും നീ മുണ്ടാതെ നിക്കണത്? ഞാൻ എന്നോട് പറഞ്ഞല്ല ഷാഫിനെ കാണരുത് എന്നുള്ളത്. എന്നിട്ട് ജോനെ കണ്ടൂലേ? ഇല്ല അമ്മ, ഞാൻ കണ്ടിട്ടില്ല. യോജിപ്പെട്ടോളായി ഇതെന്തിനടി നോണ പറയണത്? അന്റെ തള്ളല്ലാത്തുമ്പോ ഞാനും നിന്റെ കജ്ജ് കിട്ടട്ടെ വെച്ചിട്ടന്നെ ഞാൻ കാത്തു നിന്നിരുന്നത്. ഇത് അന്റെ വിചാരണ്ട് ഞാൻ ഒന്നും അറിയില്ലാന്നില്ലേ? ഞാൻ എല്ലതും ഒരടി പറിച്ച എന്റെ കൂടെ. ഇനി മേലി ചെങ്ങാനും ഓനെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞരണ്ടി. അതിങ്ങനെ വന്നിക്കണ്. ഇക്കറിയാവുന്ന ഇജു ഓനും കൂടിയുള്ള ഒത്തിട്ടുള്ള കളിയായിരുന്നു ഇത് എന്നുള്ളത്. ഇവിടെ വന്നിട്ട് നാടകം കളിച്ച് ഇന്റെ മകൾ ഒരു പൊട്ടത്തിയാക്കിക്കല്ലേ? ഇജെന്താ വിചാരിച്ചത് നിങ്ങളെ കല്യാണം ഞാനവിടെ നടത്തി തരുന്നോ? അയിനെ ഞാൻ വേറെ ജന്മം ജനിക്കണം എന്റെ കല്യാണമൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ എന്നോട് കുഴിക്കണ്ട് എടുക്കണം. ഇങ്ങനെ വന്നിക്കണേ ഒരു ഷാഫി. ഇനി എങ്ങാനും ഓനെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞേ. എന്തിനാ ഇളയമ്മ ഇന്റെ വാപ്പാനും ഇമ്മാനൊക്കെ നിങ്ങൾ പറയണത്? ഞാൻ എന്ത് തെറ്റ് ഞങ്ങൾക്ക് ചെയ്തത്? മൂന്നൊക്കെ ഇപ്പൊ കിട്ടേന്റെ അപ്പുറം ഇന്റെ ഒക്കെ കിട്ടും. ജിന്നയോട് നാവ് വെച്ചിട്ടുണ്ടെങ്കിൽ ട്ടോ. ഞാൻ എന്റെ ഉമ്മ ഒന്നും അല്ലല്ലോ.
അന്റെ ഉമ്മാനോടും അന്റെ വാപ്പാനോടൊക്കെ നാവലിച്ചാ മതി. ഇന്നോട് നാവലിച്ചാൻ വരണ്ടട്ടോ. ഇവളിങ്ങനെ നാവലിച്ച് ഇനി ഇതിലപ്പുറേക്കാരൻ എന്റെ ഒക്കെ കിട്ടുക. ഷാഫിനെ ഇജെങ്ങാനും കണ്ടുന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച വെള്ളം ഈ പെരന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തരൂല. നോക്കിക്കോണ്ടു. കൊറേ ദിവസമായി ഓൾക്കിട്ടൊന്ന് പൊട്ടിക്കണം എന്ന് വിചാരിക്കൽ തുടങ്ങിയിട്ട്. അപ്പൊ തള്ളി ഉണ്ടാവും, തന്തി ഉണ്ടാവും. ഇന്ന് എന്തായാലും പയ്യന് സഹായിച്ചല്ലോ, അതന്നെ വല്യത്. ഒരുങ്ങി കെട്ടി ഇങ്ങനെ പോവുള്ളൂ കാണി കണ്ടോടെ നിരങ്ങാൻ. ഇടുക്കൂല ഓള്, ഇടുക്കൂലൊക്കെ അറിയാലോ, നമുക്ക് അടിക്കാൻ ഒക്കെ അറിയാലോ. ഹലോ, ഇത് ഞാനാണ് സാബിറ. പിന്നെ എന്റെ മകനോട് പറഞ്ഞാളാ ഇനി സെമീറാനെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇന്റെ സ്വഭാവം മാറുന്നുട്ടോ. പറഞ്ഞത് മനസ്സിലാക്കി കൊടുത്താളാ. പിന്നെ ഷാഫിക്ക് ആവൂല കിട്ടല്, സെമീറാക്കേക്കാരം. ഇപ്പൊ എന്റെ ഒന്ന് പൊട്ടിയിട്ട് ഇരിക്കണുള്ളൂ. ഇനി ഞാൻ അടങ്ങറ ഞാൻ പേറി വിടും ഞാന്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ എന്റെ മകനോട് ഒതുങ്ങാൻ പറഞ്ഞാളാ. ഞാൻ അനക്ക് വിളിക്കൂലെന്ന് വിചാരിച്ചാ, പക്ഷെ വിളിച്ചേ അടങ്ങൂന്നാണ് നിങ്ങളെ തീരുമാനിച്ചാല് പിന്നെ എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. മര്യാദക്കാണ് ഈ മര്യാദക്ക് ട്ടോ. മോളെ ഞാനത് മോളെ മയ്യത്ത് ഞാൻ ഇവിടുന്ന് എടുക്കും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഇന്റെ ഇഷ്ടമില്ലാതെ ഈ കല്യാണം നടക്കൂല. അത് ഓർത്തോളം ഉണ്ട് നിങ്ങള്. ഇനി മേലില് ഷാഫി എങ്ങാനും ഓളെ കോളേജിന്റെ അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓളെ പഠിപ്പാണ് നിർത്തിക്കും. അനക്കിന്റെ സ്വഭാവം ശരിക്കും അറിയണതാണ്. മനസ്സിലാക്കി കൊടുത്താളാ എന്റെ മകൻക്ക്. ഒരു കല്യാണ പുതിയിട്ട് വന്നിക്കണ്. അന്നേ ഞാൻ പറഞ്ഞല്ലത് നടക്കൂലെന്നുള്ളത്. പിന്നെ എന്ത് ധൈര്യത്തിലും ഓൻ വന്ന് കണ്ടത്? ഇതെന്താ ഞാൻ അറിയില്ലാന്ന് ഓന്റെ ഒക്കെ വിചാരം. എല്ലാ കാര്യങ്ങളും ഞാൻ അറിയും. ഓൾക്കേക്കാരൻ എന്റെ ഒന്ന് കിട്ടലുണ്ടാവുക. വെക്കും വെക്കുമല്ലോ, എനിക്കറിയാലോ വെക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. ഇനി ഓരോന്ന് കാണണൊക്കെ ഒന്ന് കാണണല്ലോ. ഓളെ പഠിപ്പ് മുടക്കിയിട്ട് ഓളെ ഞാൻ പടി ഇരുത്തും. ഞാൻ ആ തന്തിയും വലിയും ഇല്ലാത്തോണ്ടാണ് ഇപ്പൊ എന്റെ ഒക്കെ ഒന്നും ഓൾക്ക് കിട്ടിയിരിക്കുന്നത്. കുറെ ദിവസമായി ഞാൻ ഊങ്ങി വെച്ചിട്ട്. നടക്കൂല ഇനി ഓളെ എന്റെ കളിയൊന്നും. എന്ത് തെറ്റ് ഞാൻ ഇവർക്കൊക്കെ ചെയ്തത്. പോയപ്പോ എന്തിനെന്നെ ഇവിടെ ആക്കിയത്? ഇനി കൊണ്ടേക്കൂടാ ഇനിയില്ല. എന്താ എനിക്ക് ചെയ്തത്? ഇങ്ങനെ കാണും വേണ്ട, സംസാരിക്കും വേണ്ട, ഇങ്ങനെ ഒരു ജീവിതം തന്നെ വേണ്ട.